അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ പുസ്തകം ഞാൻ വായിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബെന്യാമിൻ്റെ മൾബറി എന്നോട് നിന്റെ സോർബിയെക്കുറിച്ച് പറയൂ. വളരെ ടൈം എടുത്ത് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണിത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഗോളാണ്. വളരെ ടൈം എടുത്ത് പതുക്കി ഒരു പുസ്തകം ഞാൻ വായിക്കൂ എന്നുള്ളത് ഈ വർഷത്തെ എൻ്റെ ഗോളാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഗോളാണ്. കഴിഞ്ഞ വർഷത്തെ ഗോൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുക എന്നുള്ളതായിരുന്നു. അത് നടന്നു എന്ന് ചോദിച്ചാൽ ഏകദേശം അത് നടന്നു എന്ന് പറയാം. എന്നാൽ അതേസമയം തന്നെ എന്നെ അത് ബാക്ക് ഫയറും കൂടി ചെയ്തിരുന്നു. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എനിക്ക് റീഡേഴ്സ് ബ്ലോക്ക് വന്ന വർഷമായിരുന്നു. അത് ഒരു 6 മാസത്തോളം ഞാൻ ഒരു പുസ്തകവും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരു പുസ്തകത്തിന്റെ കഥ എന്താണെന്ന് നോക്കാം. പല കാലഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. 1980കളിലെയും 2018ലെയും കോവിഡിന്റെ ടൈമിലെയും 2023ലെയും കഥയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള നിക്കോസ് കസാൻസാക്കിസിന്റെ സോർബാദി ഗ്രീക്ക് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകത്തിന് സെൻട്രൽ പോയിന്റ് ആക്കി വെച്ചിട്ടാണ് ഈ ഒരു കഥ മുഴുവൻ പറയുന്നത്. ആ ഒരു പുസ്തകത്തിലൂടെ പ്രണയിച്ച ഡി എന്ന് വിളിക്കുന്ന ഡേസിയുടെയും അവളുടെ എല്ലാമായിരുന്ന ഷെൽവിയുടെയും കഥയാണിത്. അവർ ഒരുമിച്ച് സ്വപ്നം കണ്ട് പടുത്തുയർത്തിയ മൾബറി പബ്ലിക്കേഷൻസിന്റെ കഥയാണിത്. ഒരു കാലത്ത് മൾബറി പബ്ലിക്കേഷൻസ് പുസ്തക പ്രകാശന രംഗത്ത് വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളുടെ കഥയാണിത്.